പാലക്കാട് കുനത്തറയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് മരിച്ചു. കുനത്തറ സ്വദേശി 63-കാരനായ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മദ്യലഹരിയിൽ മകൻ മനോജ് പിതാവിന്റെ തലക്കടിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 23-ന് പുലർച്ചെയായിരുന്നു ആക്രമണം. ഇരുവരും ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്നവരുടെ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് യുവാവ് പിതാവിനെ ഉണ്ണികൃഷ്ണനെ ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മകൻ മനോജ് ഇപ്പോൾ റിമാൻഡിലാണ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു പാലക്കാട് നിന്ന്. വിഷ്ണു, നമുക്കറിയാം പല വീടുകളിലും മദ്യവും ലഹരിയുമൊക്കെ വില്ലനാകുന്നുണ്ട്. പലപ്പോഴും മദ്യപിച്ചെത്തുന്ന അച്ഛൻ മകനെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മദ്യപിച്ചെത്തുന്ന ലഹരിയിൽ മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കാറുള്ളതെങ്കിൽ ഇവിടെ അച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അതേ തുടർന്ന് വാക്കുതർക്കമുണ്ടാകുന്നു. മകൻ അച്ഛനെ ക്രൂരമായി ആക്രമിക്കുന്നു. ഒടുവിൽ കൊലപാതകം സംഭവിക്കുന്നു. ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ്, ഒരു കേസാണിത്. എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരാഴ്ചയിലധികമായി ഈ പിതാവ് ഉണ്ണികൃഷ്ണൻ ചികിത്സയിലായിരുന്നു. എങ്ങനെയാണ് മരണം സംഭവിച്ചത്? തീർച്ചയായും ടോം, ഈ ലഹരി വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുവാക്കളിൽ ലഹരി കൂടുതൽ വ്യാപിക്കുന്നു, അക്രമങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തന്നെ പണ്ട് ഉത്സവപ്പറമ്പുകളിലൊക്കെ മദ്യലഹരിയിലൊക്കെ ഉത്സവപ്പറമ്പുകളിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാവുകയും പരിക്കേൽക്കുകയും ഒക്കെയുള്ള സംഭവങ്ങൾ സാധാരണമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ മദ്യലഹരിയും ലഹരിയുടെ സാന്നിധ്യം ഒക്കെ അക്രമമായിട്ട് വീട്ടകങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ടോം പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പാലക്കാട് ഷൊർണൂരിൽ കൂനത്തറയിലാണ് ഒരു ദാരുണ സംഭവം ഉണ്ടായത്. മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിക്കുന്ന ഒരു സാഹചര്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് കൂനത്തറ തറാങ്ങാലിയിലെ വീട്ടിൽ ഒരു അക്രമം ഉണ്ടാവുന്നത്. അതായത് വീട്ടിലെ അച്ഛനും മകനും മദ്യപിച്ചുകൊണ്ടിരിക്കുക എന്നാണ് വിവരം. അത് തന്നെ ഒരു അസാധാരണമാണ്. അച്ഛനും മകനും കൂടി ഇരുന്ന് മദ്യപിക്കുന്നു, അച്ഛനും മകനും മദ്യപിക്കുന്നു. ഈ സമയം സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള തർക്കമാണ് ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ തർക്കത്തെ തുടർന്ന് മകൻ അക്രമകാരിയാവുകയും സമീപത്ത് മരത്തടിയെടുത്ത് ഈ പിതാവിനെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് പിതാവിനെ, ഒരു ഗുരുതരമായി പരിക്കേറ്റ പിതാവിനെ സമീപത്തെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായതിൽ തന്നെ ഉടൻ തന്നെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഥിതി വഷളാവുകയും ഇന്ന് പുലർച്ചെ മരിക്കുകയുമായിരുന്നു. കൂനത്തറയിലെ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 61 വയസ്സാണ്. ഈ അക്രമം ഉണ്ടായ അന്ന് തന്നെ ഈ മകൻ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് തന്നെ പിടികൂടുകയും വധശ്രമത്തിന് കേസെടുത്ത് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ ഒറ്റപ്പാലം സബ് ജയിലിൽ റിമാൻഡിലാണ് കേട്ടോ. എന്തായാലും പിതാവ് മരിച്ചതോടുകൂടി നേരത്തെ വധശ്രമ കേസായി കൊലക്കുറ്റം ചുമത്തണം, അത്തരം നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് പതിവായി ഇവർ മദ്യപിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നോ? തീർച്ചയായും നമുക്ക് സമീപത്തുനിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് മദ്യപിക്കാറുണ്ട്. ഇവർ സ്ഥിരം മകൻ പുറത്തുനിന്ന് മദ്യപിച്ച് വരാറുണ്ട്. വീട്ടിൽ ഇവരിന്ന് മദ്യപിക്കാറുമുണ്ട്. കൂട്ടുകാരും മൊത്തമൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അക്രമം ആദ്യമായിട്ടാണ്. ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരം. എങ്കിൽ കൂടി ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം ഇതാദ്യമായിട്ടാണ്. ഈ സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളാകെ ഒരു ആശങ്കയിലാണുള്ളത്. എന്ത് സംഭവിച്ചു, ഇങ്ങനെ കുടുംബത്തിൽ സംഭവിച്ചു എന്നൊരു ആശങ്കയാണുള്ളത്. ഈ പ്രതി നിലവിൽ സബ് ജയിലിലാണുള്ളത് ഒറ്റപ്പാലത്തെ. ഇനി കസ്റ്റഡി വിട്ടുകിട്ടി പോലീസ് കൊലക്കുറ്റം ചുമത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കോടതി നടപടികളുണ്ട്. ഈ കൊലക്കുറ്റം ചുമത്തുകയും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളൊക്കെ ഉണ്ട്. കൊലക്കുറ്റം ചുമത്തുന്ന നടപടികൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നടന്നു വരികയാണ്. അങ്ങനെ ഈ നാട്ടുകാരൊക്കെ എന്താണ് ഇവരെക്കുറിച്ചുള്ള, ഈ കുടുംബത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ്? കാരണം നമുക്കറിയാം ഈ രാത്രി അല്ലെങ്കിൽ പുലരുവോളം ഒരച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അത്തരം വീടുകളിലൊക്കെ പല സാഹചര്യങ്ങൾ, പല വീടുകളിലെ അവസ്ഥ എടുത്തു നോക്കിയാലും കൊടിയ ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകാം. മറ്റു കുടുംബാംഗങ്ങളൊക്കെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നോ? ഇതിൽ ആരാണ് ദൃക്സാക്ഷികൾ? നാട്ടുകാരാണോ? ഈ സംഭവത്തിന് ശേഷം ഈ യുവാവ് മനോജ് തന്നെയാണോ പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്? അതോ നാട്ടുകാരാണോ മറ്റ് ഇടപെടലുകൾ നടത്തിയത്?
ടോം, ഇത് ജനവാസ മേഖലയാണ്, അടുത്തടുത്ത വീടുകളുണ്ട്. അങ്ങനെ സാമ്പത്തിക ദാരിദ്ര്യമുള്ളൊരു കുടുംബമൊന്നുമല്ല. ഇവിടെ സ്ഥിരം അച്ഛനും മകനും മദ്യപിക്കാറുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സമയം ഇപ്പോ 23-ാം തീയതി ഉണ്ടായ ഈ മദ്യപാനത്തിനിടയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി വീട്ടിലെ മകന്റെ അച്ഛന് ഇടയിലുള്ള ഒരു സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി തർക്കം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് ലഭിക്കുന്ന വിവരം. നാട്ടുകാർ പറയുന്നത് നാട്ടുകാർക്ക് കൃത്യമായ വിവരമില്ല, ഈ കേട്ടറിവുകൾ മാത്രമാണുള്ളത്. ഈ കുടുംബത്തിലെ വീട്ടിലുള്ള ഈ മനോജിന്റെ ഈ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഈ അക്രമം ഉണ്ടായപ്പോൾ ബഹളം വെക്കുകയും നാട്ടുകാർ ഓടിക്കൂടിയാണ് ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ സമയം മകൻ മനോജ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നില്ലെങ്കിലും മകന്റെ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ദൂർത്തോ ഒക്കെ ആയിരിക്കാം ചർച്ചയായിട്ട് ഉണ്ടാവുക എന്നാണ് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.